ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ പറയാൻ പോകുന്നത് നട്സ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ചില സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും ഉത്തരമാണ്. ഈ ഒരു പോർട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നട്സ് എന്നത് അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു പോർട്ടലാണ്. ആർക്കൊക്കെ നട്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാമെന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഡിഗ്രിയോ ഡിപ്ലോമയോ പാസ്സായ സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരമുള്ളത്. പിന്നീട് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായി സാധിക്കത്തില്ല. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി എൻറോൾ ചെയ്യാനുള്ള ഒരു പോർട്ടലാണിത്. അടുത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംശയം, നിലവിൽ ആർക്കൊക്കെ ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും? അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇയർ, അതായത് 2024 ഈ കറണ്ട് ഇയർ ഉൾപ്പെടുന്ന 5 വർഷത്തിനുള്ളിൽ പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ നിലവിൽ ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2024 സെപ്റ്റംബർ മാസമായതിനാൽ നമ്മൾ നട്സ് പോർട്ടൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കുമ്പോഴേക്കും ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് 2019 മുതൽ 2024 വരെയുള്ള വർഷങ്ങളാണ്. അതിന് തൊട്ട് താഴെയായി പാസ് ഔട്ടായിട്ടുള്ള മാസം കൂടി ചോദിക്കുന്നുണ്ട്. ഇത് സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് 2019 സെപ്റ്റംബർ മുതൽ 2024 സെപ്റ്റംബർ മാസത്തിനുള്ളിൽ പാസ് ഔട്ടായിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോർട്ടലിൽ നിലവിൽ രജിസ്റ്റർ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. സപ്പോസ് നിങ്ങൾ ഒക്ടോബർ മാസമാണ് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് 2019 ഒക്ടോബർ മാസത്തിനും 2024 ഒക്ടോബർ മാസത്തിനുള്ളിലും പാസ്സായവർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് കറണ്ട് ഇയറിന് മുന്നേയുള്ള 5 വർഷത്തിനുള്ളിൽ പാസ് ഔട്ടായവർക്ക് മാത്രമേ ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനായി നിലവിൽ സാധിക്കുകയുള്ളൂ. സപ്പോസ് നിങ്ങൾ 2019 ഏപ്രിൽ മാസം പാസ് ഔട്ടായ വ്യക്തിയാണെങ്കിലും 2018 പാസ് ഔട്ടായിട്ടുള്ള വ്യക്തിയാണെങ്കിലും നിലവിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. സോ 5 വർഷത്തിന് മുന്നേ പാസ് ഔട്ടായ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിലവിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട സംശയത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തു, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം സെർച്ച് ചെയ്തപ്പോഴേക്കും അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ലിസ്റ്റിൽ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ഇല്ല, എന്ത് ചെയ്യുമെന്നതായിരിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട സംശയം. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതേഴ്സ് എന്ന ഓപ്ഷനാണ്. പിന്നീട് വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് ഐ ഡി എന്നത് എന്താണ്? നിങ്ങളുടെ ഡിഗ്രിയുടെയോ ഡിപ്ലോമയുടെയോ സർട്ടിഫിക്കറ്റ് അഥവാ മാർക്ക് ഷീറ്റിൽ ഉണ്ടാവുന്ന ആ ഒരു രജിസ്റ്റർ നമ്പർ അഥവാ ഒരു റോൾ നമ്പറാണ് സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തൊരു സംശയം എന്നാൽ, നമുക്കിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ആക്കേണ്ടതുണ്ട്. ഈ പാസ്വേഡിൽ 8 ക്യാരക്ടേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അതിൽ ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ആധാർ കാർഡ് മാത്രമാണ്. ആധാർ കാർഡ് PDF ഫോർമാറ്റിൽ വേണം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്. 1 MB താഴെ ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ്. റീസെൻ്റ്ലി കാനറ ബാങ്ക് അപ്രൻറ്റീസ്ഷിപ്പ് പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് നട്സ് പോർട്ടലിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കൂടുതൽ പേരും അന്വേഷിക്കുന്നത്. മുന്നേ തന്നെ ഈ ഒരു പോർട്ടലിനെ പറ്റി അറിയാവുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാത്തവരുമുണ്ട്. പ്രത്യേകിച്ചും നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിഗ്രി PG ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. സോ ഇവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും.
2019 മുന്നേ തന്നെ നിങ്ങൾ UG പാസ് ഔട്ട് ആയിട്ടുള്ളവരും നേരത്തെ തന്നെ ഈ ഒരു നട്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്റ്റേർഡ് നമ്പർ വെച്ചുകൊണ്ട് തന്നെ നിലവിൽ വിളിച്ചിട്ടുള്ള അപ്രൻറ്റീസ്ഷിപ്പ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ സപ്പോസ് നിങ്ങൾ 2018 യു ജി പാസ് ഔട്ടായ ഒരു വ്യക്തി ആയിരിക്കാം. ശേഷം 2020 PGയും പാസ് ഔട്ട് ആയേക്കാം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. കാരണമെന്ന് പറയുന്നത് 2020 നിങ്ങൾ PG ആണ് പാസ് ഔട്ട് ആയത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആ ഒരു കോഴ്സ് പാസ്സായ ഇയർ വേണം നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഏകദേശം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്